എത്ര വലിയ കഠിന സാഹചര്യങ്ങളിലൂടെ പോയാലും കൃപയുണ്ടെങ്കിൽ, വാതുറന്ന് പറഞ്ഞ കൃപയുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. തീച്ചുളയാലും പിടിച്ചു നിൽക്കാൻ പറ്റും. വെള്ളത്തിൽ കൂടി പോയാൽ പോലും നിന്നെ അത് മുക്കിക്കൊല്ലുകയില്ല. തീയിൽ കൂടി പോയാൽ അത് നിന്നെ തന്തൂരിയാക്കുകയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് കർത്താവിനാൽ നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ പല ഉദ്ദേശങ്ങൾ നിമിത്തമായിട്ടാണ്. കർത്താവുമായിട്ട് ഒരുമിച്ച് ചേർന്ന് വസിക്കുന്നവർക്ക് കർത്താവിൻ്റെ അതേ മനസ്സുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ അതേ മനസ്സുള്ളവരായിട്ട് കർത്താവ് നമ്മളെല്ലാവരെയും കൂടുതലായിട്ട് മാറ്റുവാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് സാധ്യമാക്കി തീർത്ത നമ്മുടെ ഒരു സ്പോൺസർ, ഒരു കോ സ്പോൺസറാണ്. ആദ്യത്തേത് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കും അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് നീ കൊടുത്ത നന്മകൾക്കായി, കൊടുക്കാൻ പോകുന്ന നന്മകൾക്കായി അങ്ങേക്ക് നന്ദി പറയുന്നു. അടുത്തൊരു കോ സ്പോൺസർ ഇടപ്പള്ളിയിൽ നിന്ന് സിസ്റ്റർ വത്സലയാണ്. താങ്ക് യു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോർണിംഗ് ഗ്ലോറിയിലൂടെ അനേകം വ്യക്തികൾ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ വരുന്ന ദിവസങ്ങളിലുള്ള പ്രധാനപ്പെട്ട മീറ്റിംഗ് പറയുകയാണ്. ഈ മാസം ഒടുവിൽ, അതായത് ഓഗസ്റ്റ് 30 പാസ്റ്റർ ഡാമിയൻ കോഴിക്കോട് ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിലേക്ക് വരികയാണ്. നളന്ദ ഓഡിറ്റോറിയത്തിലാണ് വരുന്നത്. അത് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ദയവായി എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് അവിടേക്ക് ചെല്ലണം. രോഗികളാകട്ടെ, മറ്റ് പ്രതിസന്ധികളിലൂടെ പോകുന്ന ആളുകളാകട്ടെ, അവിടേക്ക് കടന്നു ചെല്ലുക. പ്രത്യേകിച്ച് മദ്യപാനികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരൊക്കെ അവിടെ എത്തിച്ചേരുക. ഞാൻ വിശ്വസിക്കുന്ന ഒരു വലിയ വിടുതൽ കർത്താവ് നൽകി തരാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വലിയ മീറ്റിംഗ് നടക്കുന്ന സെപ്റ്റംബർ 4 and 5 ഈ 2 ദിവസങ്ങളായിട്ട് നടക്കുന്ന നമ്മുടെ ബിൽഡ് ഡിഫറൻറ്റ് എന്ന പേരിൽ നടക്കുന്ന അതിശക്തമായിട്ടുള്ള യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, യൗവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്യാമ്പാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. പാസ്റ്റർ സാമി തങ്കയ, അതോടൊപ്പം തന്നെ സോർ ടീം, ഇതെല്ലാവരും ഞങ്ങളെല്ലാവരും ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ, അവരെ ദൈവവചനം പഠിപ്പിക്കാൻ, ഈ കാലഘട്ടത്തിൽ എങ്ങനെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സെഷനുകളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഏത് ചേർച്ചിലാണെങ്കിലും ശരി, ഏത് പ്രാർത്ഥനയുമായിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ദയവായി ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ കോഡ്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ. വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച, ഒരു പുതിയ മോർണിംഗ് ഗ്ലോറി വീക്ക് ആരംഭിക്കുന്നു. ഇത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഗ്രേസ് അണ്ടർ പ്രഷർ. സമ്മർദ്ദത്തിന് കീഴിലുള്ള കൃപ. എല്ലാവരും ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ, ഒരുപക്ഷെ യൂട്യൂബിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ സ്പോട്ടിഫൈ തുടങ്ങിയുള്ള ഓഡിയോ പ്ലാറ്റ്ഫോമുകളിലായിരിക്കാം അവർക്ക് ടൈപ്പ് ചെയ്യാൻ സാധ്യമല്ല. നോട്ട്ബുക്കിൽ, നിങ്ങളുടെ ഡയറിയിലും എഴുതി വെക്കുക ഗ്രേസ് അണ്ടർ പ്രഷർ. ഈ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുന്നത് ഒരു അറ്റൻഡൻസ് രേഖപ്പെടുത്തലാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ലൈവായി കാണുകയാണെങ്കിലും, ഇതിന് ശേഷം റീപ്ലേ ആണെങ്കിലും, ആ സമയത്ത്, കാണുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് തന്നെ ഗ്രേസ് അണ്ടർ പ്രഷർ, സമ്മർദ്ദത്തിന് കീഴിലുള്ള കൃപ ടൈപ്പ് ചെയ്യുക. 2 Corinthians 12:9 ആണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, ഫോർ മൈ പവർ ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള, എനിക്കും ഇഷ്ടമാണ്. നിങ്ങൾക്കിഷ്ടമാണോ? അങ്ങനെയെങ്കിൽ ആ വേഴ്സ് കോപ്പി ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്നും കോപ്പി ചെയ്ത്, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ മറാഠിയിലോ ഏതാണെങ്കിലും കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിലേക്ക് ഇടുക. ഇന്നത്തെ ഡെക്ലറേഷൻ ഇതാണ്: ഗ്രേസ് സ്റ്റെബിലൈസസ് മീ ഇൻ ചാലഞ്ചസ്. വെല്ലുവിളികളുടെ നടുവിൽ കൃപ എനിക്ക്
സന്തുലിതാവസ്ഥ നൽകുന്നു, അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്നു. ഐ റെസ്പോണ്ട് ടു പ്രഷർ വിത്ത് പീസ് ആൻഡ് എക്സലൻസ്. വലിയ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കുന്നത് സമാധാനത്തോടെയും ശ്രേഷ്ഠതയോട് കൂടിയുമാണ്. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിൽ കിടപ്പുണ്ട്, നോക്കി അത് ദയവായി ടിക്ക് ചെയ്യുക. ഗ്രേസ് അണ്ടർ പ്രഷർ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഗ്രേസ് അണ്ടർ പ്രഷർ, സമ്മർദ്ദത്തിന് കീഴിലെ കൃപ. 4 കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു. നമ്പർ 1, പ്രഷർ റിവീൽസ് വാട്ട് ഈസ് ബിൽറ്റ് വിത്തിൻ അസ്. നമ്മുടെ അകത്ത് എന്താണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് വെളിവാകുന്നതാണ് സമ്മർദ്ദം, അല്ലെങ്കിൽ വെളിവാക്കുന്നതാണ് സമ്മർദ്ദം. വലിയ സമ്മർദ്ദങ്ങൾ, പ്രഷർ, സ്ട്രെസ്, ടെൻഷൻ ലൈഫിലേക്ക് വരുമ്പോൾ എന്താണ് വെളിവാകുന്നത്, അകത്തെന്താണ് ഇരിക്കുന്നത് എന്നുള്ളത് പുറത്തു വരും. പ്രഷർ ഡസ് നോട്ട് ക്രിയേറ്റ് ക്യാരക്ടർ. ഒരിക്കലും ഈ സമ്മർദ്ദമല്ല നമ്മുടെ സ്വഭാവത്തെ ഉളവാക്കിയെടുക്കുന്നത്. ഇറ്റ് റിവീൽസ് ക്യാരക്ടർ. എന്ത് ടൈപ്പ് സ്വഭാവമാണെന്നുള്ളത് അപ്പോൾ പുറത്തേക്ക് വരും. ഇത് പറയാൻ കാരണം, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ പല തരത്തിലുള്ള പിരിമുറുക്കങ്ങളിലൂടെ, സ്ട്രെസ്സിലൂടെ, ടെൻഷനിലൂടെ, ഭയങ്കര സമ്മർദ്ദമുള്ള ജോലി, സമ്മർദ്ദമുള്ള കുടുംബാന്തരീക്ഷം, സമ്മർദ്ദമുള്ള സാമ്പത്തികം, മിനിസ്ട്രി, ഇതിലൂടെയൊക്കെ പോകാം. ലൈഫിൽ ചില സമയത്ത് ഭയങ്കര പ്രഷറാണ് വരാം. എന്നാൽ അതിലൂടെ സ്വഭാവ രൂപീകരണമൊന്നും നടക്കാൻ പോകുന്നില്ല. ദൈവത്തിന് അതിനെ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ പ്രധാനമായി ഇവിടെ സംഭവിക്കുന്നത്, അത്തരം പ്രഷറും ഭയങ്കര സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഇറ്റ് റിവീൽസ് അവർ ക്യാരക്ടർ. അത് നമ്മുടെ സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, ചെറിയ കാര്യങ്ങൾക്ക് പോലും പാനിക് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? വളരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അതിഭയങ്കരമായി ടെൻഷൻ അടിക്കുന്നു, വിയർക്കുന്നു. എൻ്റെ കർത്താവേ, ഞാനിനി എന്ത് ചെയ്യും, ഞാനെങ്ങനെ ജീവിക്കും, ഞാനെങ്ങനെ മുന്നോട്ട് പോകും, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ടോ? ആ ചെറിയ പ്രഷർ പോലും താങ്ങാനുള്ള പ്രാപ്തി മനസ്സിനില്ല, അവരുടെ വൈകാരിക മേഖലകൾക്കില്ല. അത് റിവീൽ ചെയ്യുന്നതാണ് പ്രഷർ. When excused by adversity, what is stored inside the heart eventually comes out. വലിയ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് ഞെരുങ്ങുമ്പോൾ സംഭവിക്കുന്നത്, എന്താണോ അകത്ത് അതുവരെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതങ്ങ് പുറത്തേക്ക് വരും. ഞെക്കിക്കഴിവ്, ഒരു പേസ്റ്റ് എടുത്തിട്ട് ഞെക്കുക, എന്താ പുറത്തേക്ക് വരുന്നത്? പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരും. ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ, ഒരു ഓയിൻമെൻ്റ് ആണെങ്കിൽ ഞെക്കി പിടിച്ചാൽ അത് പുറത്തേക്ക്, എന്താണ് അകത്തുള്ളത് അത് പുറത്തേക്ക് വരും. ശരിയാണോ? നമ്മുടെ അകത്തിരിക്കുന്നത് എന്താണ് അത് പുറത്തേക്ക് വരുന്നത്? സാധാരണ ഒരു ടൂത്ത് പേസ്റ്റ് എവിടെയെങ്കിലും വെച്ചിരിക്കുമ്പോൾ ഇത് പുറത്തേക്ക് വരുന്നുണ്ടോ? അത് ക്യാപ്പിട്ട് വെച്ചിരിക്കുക, ഒന്നുമില്ല. പക്ഷേ ക്യാപ്പ് അങ്ങ് ഊരിയിട്ട് താഴെ പിടിച്ച് സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരുന്നത് അകത്തുള്ള സാധനമാണ്. ഇതുപോലെ നമ്മുടെ ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, സഭയിൽ പ്രശ്നം, കൂട്ടായ്മയിൽ പ്രശ്നം, നാട്ടിൽ പ്രശ്നം, വീട്ടിൽ പ്രശ്നം, രാജ്യത്ത് പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, ജോലിസ്ഥലത്ത് പ്രശ്നം, ശുശ്രൂഷയിൽ പ്രശ്നം, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അകത്തിരിക്കുന്ന വെളിയിലേക്ക് വരും. ചിലപ്പോൾ പിറുപിറുപ്പായിരിക്കും പറ്റും, കർത്താവ് എന്താണ് നീ ഇങ്ങനെ എന്നോട് ചെയ്തത്? പിറുപിറുപ്പായിരിക്കും പുറത്തേക്ക് വരുന്നത്. ചില സമയത്ത് ചിലർക്ക് വരുന്നത്, പറഞ്ഞോട്ടെ, ഒരു പാട്ടായിരിക്കും. ക്രിസ്തീയ ഗോളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്കവാറും നിലനിൽക്കുന്ന, നൂറ്റാണ്ടിൽ കഴിഞ്ഞിട്ടും പതിറ്റാണ്ടിൽ കഴിഞ്ഞിട്ടും മാഞ്ഞു പോകാത്ത പാട്ടുകളെല്ലാം അനുഭവത്തിൻ്റെ മൂശയിൽ നിന്നും പുറത്തു വന്നത്. അതിഭയങ്കരമായ, കുഞ്ഞു മരിക്കുന്നു, പട്ടിണി കിടക്കുന്നു, അതിഭയങ്കരമായ പീഡനത്തിലൂടെ പോകുന്നു, ജയിൽവാസം അനുഭവിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അതിഭീകരമായ പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്താണ് മൈലേജുള്ള, നീണ്ടു നിൽക്കുന്ന പാട്ടുകളിൽ ഒട്ടുമിക്കവാറും എണ്ണം പുറത്തു വന്നതെന്നറിയാമോ? നമ്മൾ വിചാരിക്കുക ഒരു മൂഡ് വന്ന സമയത്ത് പെട്ടെന്നിരുന്ന് അങ്ങനെ എഴുതി ഒത്തിരി പാട്ടുകളുണ്ട്. അതൊരു സീസണിലേക്ക് മാത്രമേ ഉണ്ടുള്ളൂ. അധികം നാളൊന്നും ആരും പാടാൻ പോകുന്നത്. ആ ഒരു ട്രെൻഡ്, ഒരു കാലഘട്ടം, ഒരു സീസൺ, അത് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് നാൾ നിൽക്കും, അതിനുശേഷം അതില്ല. എന്നാൽ അനുഭവത്തിലൂടെ ചാലിച്ചെഴുതിയ പാട്ടുകൾ അങ്ങ് നിൽക്കും.
സമ്മർദ്ദത്തിലൂടെ പോയപ്പോൾ ചിലരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആത്മീയ ഗാനങ്ങളും ഗീതങ്ങളുമാണ്. ചോദ്യം, നമ്മളതുപോലെ അതേ സാഹചര്യത്തിലൂടെ നമ്മൾ പോയാൽ എന്തായിരിക്കും പുറത്തേക്ക് വരുന്നത്? ചിലർക്ക് വരുന്നത് പ്രാർത്ഥനയായിരിക്കും, ചിലർക്ക് വരുന്നത് പാട്ടായിരിക്കും, ചിലർക്ക് വരുന്നത് പ്രസംഗമായിരിക്കും, ചിലർക്ക് വരുന്നത് പിറുപിറുപ്പായിരിക്കും, പിന്മാറ്റമായിരിക്കും, ദൈവത്തെ തള്ളിപ്പറയുന്നതായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ? Paul faced opposition, imprisonment, rejection and suffering. Yet grace enabled him to remain steadfast. പൗലോസിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ലേഖനങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും ഒക്കെ വെളിപ്പെടുന്നുണ്ട്. അവിടെ അദ്ദേഹം വലിയ എതിർപ്പുകൾ, അതിഭയങ്കരമായ പീഡനങ്ങൾ, പെർസിക്യൂഷൻ, ജയിൽവാസം, മറ്റുള്ളവരാൽ തള്ളപ്പെടുന്ന അവസ്ഥകൾ, കഷ്ടതകൾ, പട്ടിണി, നഗ്നത, ഇതെല്ലാം അദ്ദേഹം പോയപ്പോൾ തൻ്റെ മേലുണ്ടായിരുന്ന ഗ്രേസ്, കൃപ തന്നെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചു. ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി ഇന്ന് പ്രവചിച്ചു പറയുകയാണ്, എത്ര വലിയ കഠിന സാഹചര്യങ്ങളിലൂടെ പോയാലും, മരുഭൂമിയാണെങ്കിലും മണലാരണ്യമാണെങ്കിലും, നദികളാണെങ്കിലും പർവ്വതങ്ങളാണെങ്കിലും ഒരു ചെങ്കടലാണെങ്കിലും എരിഹോ കോട്ട പോലുള്ള അനുഭവങ്ങളാണെങ്കിൽ, എന്ത് സാഹചര്യത്തിലൂടെ പോയാലും കൃപയുണ്ടെങ്കിൽ, വാതുറന്ന് പറഞ്ഞ കൃപയുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നേ. തീച്ചൂളയാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. വെള്ളത്തിൽ കൂടി പോയാൽ പോലും നിന്നെ അത് മുക്കിക്കൊല്ലുകയില്ല. തീയിൽ കൂടി പോയാൽ അത് നിന്നെ തന്തൂരിയാക്കുകയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ഗ്രേസ് അണ്ടർ പ്രഷർ, സമ്മർദ്ദത്തിൻ കീഴിൽ ദൈവകൃപ താങ്ങി നിർത്തുന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-45. The mouth speaks what the heart is full of. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടൂത്ത് പേസ്റ്റ് എടുത്ത് സ്ക്യൂസ് ചെയ്ത് ശരിക്കും ചെക്കി പിടിച്ചാൽ പുറത്തേക്ക് വരുന്നത് അതിലെന്താണ് അതാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതാണ് വായി സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സമ്മർദ്ദം വന്ന് ഞെക്കിക്കഴിയുമ്പോൾ അകത്തുള്ളതെല്ലാം കൂടി പുറത്തേക്ക് വരും. 112-ാം സങ്കീർത്തനം 6-7 വചനങ്ങൾ നോക്കിയേ. They will have no fear of bad news, their hearts are steadfast. ഇത് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ബാഡ് ന്യൂസ് കേൾക്കുമ്പോൾ, അതായത് ദോഷം നിറഞ്ഞ വാർത്തകൾ അല്ലെങ്കിൽ ദുർവർത്തമാന നിമിത്തം അവർ മുഷികയില്ല, അവർ ദുർവർത്തമാനത്തെ അവർ പേടിക്കുകയില്ല. ബാഡ് ന്യൂസ് വരികയാണ്, പക്ഷെ പേടിയില്ല. their hearts are steadfast, കാരണം അവരുടെ ഹൃദയം ഉറച്ചിരിക്കുന്നു. ഇതൊന്ന് കയറി പിടിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാണ്, നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പെട്ടെന്നൊരു ഷോക്കിംഗ് ന്യൂസ്, പെട്ടെന്നൊരു ബാഡ് ന്യൂസ് വരികയാണ്. ഞാൻ പറയുന്നില്ല എന്താണെന്നൊന്നും, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ എന്തൊക്കെ ടൈപ്പ് വരാം. മരണ വാർത്തയായിരിക്കാം, അല്ലെങ്കിൽ പൈസ മൊത്തം തീർന്ന വാർത്തയായിരിക്കാം, ബിസിനസ് തകരുന്ന വാർത്തയായിരിക്കാം, എന്തുമായിക്കട്ടെ ഒരു ബാഡ് ന്യൂസ് വരികയാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി പലതാണെന്ന് വെച്ചു. ഒരു ബാഡ് ന്യൂസ് വരുന്ന സമയത്ത് ഇവിടെ പറയുന്നത് they will have no fear of bad news. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇവർ ഷെയ്ക്കാകുന്നില്ല. പ്രാർത്ഥിച്ചേ, കർത്താവേ, ഞങ്ങൾക്ക് ഏവർക്കും ഈ കൃപ വേണം. എന്ത് ബാഡ് ന്യൂസ് കേട്ടാലും സംഭ്രമിക്കാതെ നിൽക്കാനുള്ള കൃപ, ഹൃദയത്തിൻ്റെ കരുത്ത് ഞങ്ങൾക്ക് വേണം കർത്താവേ. കൊലോസ്യ ലേഖനം 3:15 let the peace of Christ rule in your hearts. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, വസിക്കട്ടെ, വാഴട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ശരിക്കും അവിടെ വരേണ്ടത് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അമ്പയറായിട്ട് വർക്ക് ചെയ്യട്ടെ. ക്രിക്കറ്റ് കളിയിലും പല കളിയിലും അമ്പയേഴ്സ് ഉണ്ടല്ലോ, അവരാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. തർക്കം വരികയാണ്, അതാണ് ഇതാണ് പലതും പറയുന്നു. പക്ഷേ അമ്പയർ എന്ത് പറയും? ഇത്രേ ഉള്ളൂ, അത് പറയുന്നതാണ് ഫൈനൽ തീരുമാനം. അപ്പോൾ ഭയങ്കരമായി പാനിക് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് പീസ്, ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന അമ്പയർ എന്നിട്ട് പറയും, അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട, കർത്താവ് നോക്കിക്കോളും, കഴിയും. സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. The greatest victories are often won
ഓൺ ദ ഇൻസൈഡ് ബിഫോർ ദേ ആർ സീൻ ഓൺ ദ ഔട്ട്സൈഡ്. പുറമേ കാണുന്നതിന് മുമ്പ് ഏറ്റവും വലിയ വിജയങ്ങളെല്ലാം ആദ്യമേ നേടിയെടുക്കുന്നത് അകത്താണ്. നമ്മുടെ ആത്മാവിനകത്ത്, ഹൃദയത്തിനകത്താണ് ആദ്യം ജയമെടുക്കുന്നത്. അതിനുശേഷമാണ് അത് പുറത്ത് കാണപ്പെടുന്നത്. ഈ നമ്മൾ സ്പഞ്ച് ഉപയോഗിക്കുമല്ലോ, കിച്ചണിലൊക്കെ പല അമ്മമാർ ഉപയോഗിക്കും. അതുകൊണ്ട് തുടക്കാനും കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്പഞ്ചാണ്. ഈ സ്പഞ്ചിൻ്റെ പ്രത്യേകത, അതെന്തിൽ മുക്കുന്നോ അതിനെ അബ്സോർബ് ചെയ്യും, അകത്തോട്ടെടുക്കും. നമ്മളൊക്കെ പലപ്പോഴും സ്പഞ്ച് പോലെയാണ്. ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതും നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ട് അകത്തേക്ക്. കാണുന്നതും കേൾക്കുന്നതും വേണ്ടാത്തതും നല്ലതൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. സപ്പോസ് കുറച്ച് പാല് താഴെ വീണു, നിങ്ങളൊരു സ്പഞ്ച് കൊണ്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് ഈ പാല് മുഴുവൻ അത് അബ്സോർബ് ചെയ്യും. പിന്നെ തറ ക്ലീനായി. പക്ഷെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിങ്ങനെ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ പാലാണ് പോകുന്നത്. ഈ തെളിഞ്ഞ വെള്ളമാണ് ഇത് മുക്കി പിടിച്ചതെങ്കിലോ ഇപ്പുറത്ത് പോകുന്നുണ്ടോന്ന് ഞെക്കിക്കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് വീഴും. കുറച്ച് എണ്ണയാണ് വീണത്, മുക്കിക്കഴിഞ്ഞാൽ എണ്ണ താഴേക്ക് പോകും. എന്ത് നമ്മൾ അകത്തേക്കെടുക്കുന്നോ, ആഗിരണം ചെയ്യുന്നോ, അത് മാത്രമേ സമ്മർദ്ദം വരുമ്പോൾ പുറത്തേക്ക് വരികയുള്ളൂ. ഞാൻ ഈ പേസ്റ്റിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദൈവസാന്നിധ്യവും ദൈവവചനവും ഒക്കെയാണ് എപ്പോഴും നമ്മൾ അകത്തേക്ക് സ്പഞ്ച് പോലെ എടുക്കുന്നതെങ്കിൽ ഞെക്കിക്കഴിഞ്ഞാൽ അതേ പുറത്ത് വരും. എന്നാൽ വളരെ വായ്ക്ക് ലൈസൻസ് ഇല്ലാതെ സംസാരിക്കുന്നവരും വേണ്ടാത്തതൊക്കെ വിളിച്ചു പറയുന്നവരുടെയൊക്കെ ഇടയിൽ ആണ് എപ്പോഴും ജീവിച്ച് അതാണ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തന്നെ നമ്മൾ സംസാരിക്കും. അതുകൊണ്ട് നമ്മുടെ അസോസിയേഷൻസ് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. നമ്പർ 2, ഗ്രേസ് ഗിവ്സ് സ്ട്രെങ്ത് ബിയോണ്ട് ഹ്യൂമൻ എബിലിറ്റി. മനുഷ്യരുടെ കഴിവിൻ്റെ അപ്പുറത്ത് ശക്തി നൽകുന്നതാണ് കൃപ. നമുക്ക് മാനുഷികമായൊരു ശക്തി ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ശക്തി നൽകുന്നതാണ് ദൈവകൃപ. ഈ പൗലോസിൻ്റെ തന്നെ കഥ എടുക്കുവാണെങ്കിൽ, പൗലോസിന് എല്ലായ്പ്പോഴും തൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രാർത്ഥിച്ചിട്ട് മാറി കിട്ടിയില്ല. തന്നെ കുത്തുവാനൊരു സാത്താൻ്റെ ദൂതനെ ഏർപ്പെടുത്തിയ കാര്യം പറയുന്നുണ്ട്. ഒരു പാർശ്വത്തിലെ മുള്ളു പോലെ അല്ലെങ്കിൽ കുന്തം പോലെ എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന പല സാഹചര്യങ്ങൾ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഒരിക്കലും ആ പ്രയാസമല്ല മാറിയത്, പകരം അതിനകത്തേക്ക് ദൈവം തൻ്റെ ശക്തി പകർന്ന് കൃപ മതി എന്ന് പറയുകയാണ് ചെയ്തത്. സോ ഗോഡ്സ് ഗ്രേസ് ഈസ് നോട്ട് മിയർലി ഫോർഗിവ്നെസ് ഫോർ ദ പാസ്റ്റ്. നമ്മൾ എപ്പോഴും ഓർക്കണം. ചില പോഡ്കാസ്റ്റുകളൊക്കെ ഞാൻ ഈ കൃപയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സേവിങ് ഗ്രേസും സസ്റ്റൈനിങ് ഗ്രേസും. നമ്മളെ രക്ഷിക്കുന്ന കൃപയുണ്ട്, നമ്മളെ താങ്ങി നടത്തി അന്ത്യം വരെ കൊണ്ടുപോയി എത്തിക്കുന്ന കൃപയുണ്ട്. ഇത് രണ്ടും അവൈലബിളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് പഴയ കാലത്ത് നമ്മൾ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളെ ക്ഷമിച്ച് തരുന്നത് മാത്രമല്ല, അങ്ങനെ ക്ഷമിച്ച ശേഷമുള്ള ജീവിതയാത്ര മുഴുവൻ നടത്തിക്കൊണ്ടു പോകാനുള്ള ശക്തി പകരുന്നതും ഈ ദൈവത്തിൻ്റെ കൃപയാണ്. എത്ര പേർ ഹല്ലേലൂയ പറയും? ഇറ്റ് ഈസ് ഡിവൈൻ എംപവർമെൻറ്റ് ഫോർ ദ പ്രസൻറ്റ്. ഇപ്പോൾ ജീവിക്കാൻ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിക്കാൻ ആവശ്യമായ ദൈവശക്തി പകരാനും ഈ കൃപയ്ക്ക് സാധിക്കും. എത്രയോ പേരാണ് കരയുന്നത്, കർത്താവേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എനിക്ക് ഈ ജീവിതം ഇങ്ങനെ ജീവിക്കണമെന്നില്ല, അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ. എനിക്ക് എത്രയോ മെസ്സേജുകളാണ് കിട്ടുന്നത്. പല സഹോദരന്മാരും സഹോദരിമാരും ഇങ്ങനെ ജീവിച്ചിരിക്കാൻ എനിക്ക് താല്പര്യമില്ല ബ്രദറെ, എനിക്കെല്ലാം അങ്ങനെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുവാണ്. ശരിയാണത്. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ശാക്തീകരണം ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇതുപോലെ ഇടയ്ക്ക് വെച്ച് വെടി തീർന്നു പോവും. എന്നാൽ കർത്താവ് പറയുന്ന മോനെ, ബലം ഞാൻ തരാം, എൻ്റെ അടുത്തോട്ടൊന്ന് വന്നാൽ മതി, ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാം, നമുക്ക് ഒരുമിച്ച് ഈ ജീവിതയാത്ര മുന്നിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളൊരിക്കലും അനാഥരായി വിടുകയില്ലല്ലോ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്നേ, ഒരു കൂട്ടയാത്ര. അതാണ് രക്ഷായാത്ര. രക്ഷായാത്ര ഒരു കൂട്ടയാത്ര. രക്ഷിക്കപ്പെട്ടവർ, വീണ്ടും ജനിച്ചവർ, ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. യേശയ്യാവിൻ്റെ പുസ്തകം 40:29 ഹീ ഗിവ്സ് സ്ട്രെങ്ത് ടു ദ വിയറി. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവൻ
ശക്തി നൽകുന്നു. എബ്രായ ലേഖനം 4:16 ഫൈൻഡ് ഗ്രേസ് ടു ഹെൽപ്പ് അസ് ഇൻ എ ടൈം ഓഫ് നീഡ്. നമ്മുടെ ആവശ്യ സമയത്ത് നമുക്ക് സഹായം എത്തിച്ച് നൽകുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 1. 2 തിമോത്തിയോസ് 2:1 ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. അപ്പോൾ കൃപയ്ക്കകത്തൊരു ശക്തീകരണമുണ്ട്. പ്രിൻസിപ്പിൾ ഇസ് ദിസ്: ഗ്രേസ് സപ്ലൈസ് വാട്ട് ഹ്യൂമൻ സ്ട്രെങ്ത് കനോട്ട്. മാനുഷിക ശക്തിക്ക് സാധിക്കാത്തതാണ് ദൈവകൃപ നമുക്ക് കൊണ്ടെത്തിച്ച് നൽകുന്നത്. ഇനി ഞാൻ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഗോഡ്സ് ഗ്രേസ്, ഈ ദൈവത്തിൻ്റെ കൃപ, ഗോഡ്സ് ഗ്രേസ് ക്യാരീസ് ബേർഡൻസ് ദാറ്റ് വുഡ് അതർവൈസ് ക്രഷസ്. ചില ഭാരങ്ങൾ നമ്മളെ തന്നെ ചതച്ച് ഞെരിച്ച് ഇല്ലാതാക്കി കളയും. എന്നാൽ ദൈവകൃപ വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള വലിയ ഭാരങ്ങളെപ്പോലും ചുമക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും. നമ്പർ 3, പ്രഷർ ഈസ് ഓഫ്റ്റൻ പ്രിപ്പറേഷൻ ഫോർ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വലിയ സമ്മർദ്ദങ്ങൾ വരാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഒരുക്കമാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ചില സമ്മർദ്ദങ്ങൾ വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഭാവിയിൽ ഇതിനേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. അതിനു വേണ്ടി ഇപ്പോഴേ ടഫൻ ചെയ്യുകയാണ്, പ്രാപ്തിയുള്ളതാക്കി മാറ്റുകയാണ്. എവ്രി ഗ്രേറ്റ് സെർവൻ്റ് ഓഫ് ഗോഡ് എക്സ്പീരിയൻസ്ഡ് സീസൺസ് ഓഫ് ടെസ്റ്റിംഗ്. വചനത്തിലും ചരിത്രത്തിലുമുള്ള എല്ലാ വലിയ ദൈവദാസന്മാരും അവരെല്ലാം സീസൺസ് ഓഫ് വെരി ടഫ് ട്രെയിനിങ്ങിലൂടെ പോയവരാണ്. ഒന്നല്ല, പല പ്രാവശ്യം അതിഭയങ്കരമായ ടെസ്റ്റിങ്ങും ട്രെയിനിങ്ങിലൂടെയുമാണ് ഈ ദൈവദാസന്മാരെല്ലാം പോയിട്ടുള്ളത്. ഉദാഹരണത്തിന് ജോസഫ്സ് പ്രിസൺ പ്രിപ്പയർഡ് ഹിം ഫോർ ദ പാലസ്. യോസഫിൻ്റെ ആ ജയിലിനകത്താണ്, പ്രിസൻ്റെ അകത്താണ് പാലസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം നടക്കുന്നത്. കൊട്ടാരത്തിൽ പോയി വാഴ്ച നടത്തേണ്ടതിന് ഉള്ള ഒരുക്കം അവന് കിട്ടി. അവൻ്റെ ക്ലാസ് റൂം എവിടെയായിരുന്നു? ക്ലാസ് റൂം ജയിലിലായിരുന്നു. ഡേവിഡ്സ് വിൽഡർനെസ് പ്രിപ്പയർഡ് ഹിം ഫോർ ദ ത്രോൺ. ദാവീദിൻ്റെ ആ മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് ആരും സഹായിക്കാനില്ലാത്തപ്പോൾ പലപ്പോഴും ഭക്ഷണമില്ലാതെ അപ്പമില്ലാതെ ഒക്കെ ജീവിച്ച സമയത്ത്, കാട്ടാട്ടിൻ പാറകളിലൊക്കെ പോയി ഒളിച്ച സമയത്ത്, ഈ ഒരു സമയത്താണ് സിംഹാസനത്തിന് വേണ്ടിയുള്ള തൻ്റെ ട്രെയിനിങ് നടന്നത്. ദൈവത്തിൻ്റെ വഴികൾ അഗോചരമാണ്. പോൾസ് ഹാർഡ്ഷിപ്സ് പ്രിപ്പയർഡ് ഹിം ഫോർ വേൾഡ് വൈഡ് മിനിസ്ട്രി. ലോകവ്യാപകമായ അനേക തലമുറകളിലേക്ക് നിലനിൽക്കുന്ന ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസിന് ഒരുക്കിയത് താൻ കടന്നുപോയ കഠിന സാഹചര്യങ്ങളാണ് തന്നെ അതിനു വേണ്ടി ഒരുക്കിയത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. സകലവും എല്ലാവരും എന്ന് പറഞ്ഞാൽ സകലവും നന്മയ്ക്ക് വേണ്ടി ദൈവം ആക്കി തീർക്കും. റോമാലേഖനം 5:3-5 വരെ. സഫറിങ് പ്രൊഡ്യൂസസ് പെർസീവറൻസ് ക്യാരക്ടർ ആൻഡ് ക്യാരക്ടർ ഹോപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1:3-4 വരെ. ദ ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത് പ്രൊഡ്യൂസസ് പെർസിവിയറൻസ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. അനേക പ്രാവശ്യം നമ്മുടെ വിശ്വാസമൊക്കെ പരിശോധിക്കപ്പെടുകയാണെങ്കിൽ അതിലൂടെ സ്ഥിരപ്പെടും. 1 പത്രോസ് 5:10, 1 Peter chapter 5 verse number 10. After you have suffered a little while, he himself will restore you and make you strong. അല്പകാലത്തെ ഈ ഒരു കഷ്ടത അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രെയിനിങ് പീരീഡ്, ഈ ഡിസിപ്ലിൻ്റെ പീരീഡ് അതങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് തന്നെ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ശാക്തീകരിക്കും. എന്തിനു വേണ്ടി? ഫ്യൂച്ചറിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി. സ്വകാര്യം പറയട്ടെ, ഗോഡ് നെവർ വേസ്റ്റ് പെയിൻഫുൾ സീസൺസ്. നമ്മുടെ ജീവിതത്തിൽ വലിയ വേദനയുടെ ഈ
ചിലരൊക്കെ പറയില്ലേ, കണ്ണിൽ നിന്നും വരുന്നത് കണ്ണുനീരല്ല രക്തമാണെന്ന് പറയില്ലേ. ഇവിടെ മാത്രമല്ല കണ്ണുനീർ ഒഴുകുന്നത്, ഈ ഹാർട്ടിൽ നിന്നും ഒഴുകുകയാണെന്നൊക്കെ പറയില്ല. അതുപോലെ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഗോഡ് നെവർ വേസ് പെയിൻഫുൾ സീസൺസ്. ദൈവം ഒരിക്കലും ഈ വേദനാജനകമായ കാലങ്ങളെ പാഴാക്കിക്കളയില്ല. അതിൽ നിന്നും, ഞാൻ സാധാരണ പറയുന്നത്, ഫ്രം ഔട്ട് ഓഫ് ദറ്റ് മെസ് ഗോഡ് വിൽ ഗിവ് യു എ മെസ്സേജ്. ഇതുപോലെ അതിഭയങ്കരമായ ഒരു തകർച്ചയുടെ അനുഭവത്തിലൂടെ പോകുമ്പോൾ അതിൽ നിന്ന് ഒരു ദൂതുമായി പുറത്തു വരും. നമ്പർ 4, ഗ്രേസ് എനേബിൾസ് എക്സലൻസ് ഇൻ എവറി സർക്കംസ്റ്റൻസ്. എല്ലാ സാഹചര്യങ്ങളിലും കൃപ നമുക്ക് ഉത്കൃഷ്ടത ഉളവാക്കിത്തരും. എനിവൺ ക്യാൻ പെർഫോം വെൽ വെൻ ലൈഫ് ഈസ് ഈസി. എല്ലാം വളരെ ഈസി ആയിട്ട് പോകുന്ന സമയത്ത്, ചില സമയത്ത് ലൈഫ് അങ്ങനെ പോകുമല്ലോ, എല്ലാം ഈസി ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് എല്ലാം നല്ല രീതിയിലൊക്കെ ജീവിക്കാനും പെർഫോം ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. എന്നാൽ എക്സലൻസ് ഇസ് പ്രൂവൺ വെൻ സർക്കംസ്റ്റൻസസ് ബിക്കം ഡിഫിക്കൽട്ട്. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും ഏറ്റവും ഉത്കൃഷ്ടമായത് മാത്രം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുമെങ്കിൽ, വാവ്, ദാറ്റ് ഈസ് സംതിങ് റിമാർക്കബിൾ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം എത്ര പേർ വായിച്ചിട്ടുണ്ട്? ദാനിയേൽ റിമെയിൻ ഫെയ്ത്ത്ഫുൾ ഇൻ ബാബിലോൺ. സ്വന്തം നാട്ടിലല്ല, ബാബിലോണിൽ പോലും. അതൊരു വിദേശ രാജ്യത്ത്, ജാതികളുടെ രാജ്യത്ത്, അന്യാരാധന നടക്കുന്ന സ്ഥലത്ത്, അവിടെയും അവൻ തൻ്റെ ദൈവത്തോടും തൻ്റെ ജനങ്ങളോടുമെല്ലാം വളരെ വിശ്വസ്തയോടെ ജീവിച്ചു. പോൾ വർഷിപ്ഡ് ഇൻ പ്രിസൺ. പൗലോസ് ആണെങ്കിൽ ജയിലിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു. ജീസസ് സെർവ്ഡ് ഈവൻ ഇൻ ഗെത്സമനി. ഗെത്സമൻ തോട്ടത്തിൽ പോലും നമ്മുടെ കർത്താവ് ദൈവത്തെ ശുശ്രൂഷിച്ചു, പ്രാർത്ഥിച്ചു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വായിക്കുമ്പോൾ, ഡു എവറിത്തിങ് വിതൗട്ട് ഗ്രംബ്ലിങ്. എല്ലാം പിറുപിറുപ്പ് കൂടാതെ ചെയ്യുവിൻ എന്ന് എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:58 സ്റ്റാൻഡ് ഫേം, ഓൾവേസ് ഗിവ് യുവർ സെൽഫ് ഫുള്ളി ടു ദ വർക്ക് ഓഫ് ദ ലോർഡ്. നിങ്ങൾ ഉറച്ചു നിൽക്കുക, എല്ലായ്പ്പോഴും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകുക. അതിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഗ്രേസ് എനേബിൾസ് ബിലീവേഴ്സ് ടു റെസ്പോണ്ട് ഡിഫറെൻ്റ്ലി ഫ്രം ദ വേൾഡ്. ഈ ലോകത്തിൽ എല്ലാവരും പ്രതികരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി പ്രതികരിക്കാൻ ദൈവകൃപ വിശ്വാസികളെ ശക്തീകരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കും, കൈകൾ നീട്ടിപ്പിടിക്കാം. കർത്താവേ, ഇന്ന് കേട്ടത് എല്ലാവർക്കും ഈ ഒരു ഗ്രേസ് അണ്ടർ പ്രഷർ അനുഭവിക്കാൻ സഹായിക്കണം. വലിയ സമ്മർദ്ദത്തിലൂടെ പോകുമ്പോൾ പോലും ഭയങ്കരമായൊരു ദൈവകൃപ ഒഴുകാനും അത് താങ്ങി നിർത്താനും തെറ്റിലേക്കൊന്നും പോകാതെ പിടിച്ചു നിൽക്കാനും അങ്ങ് സഹായിക്കണമേ. കൈനീട്ടുമ്പോൾ ഈ സഹോദരങ്ങൾ ദൈവസന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളോട് ചേർന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹെൽത്ത് ഇഷ്യൂസ് മാറിപ്പോട്ടെ. ബ്ലഡ് പ്രഷർ കൂടിയതോ കുറഞ്ഞതോ നോർമലായി മാറട്ടെ. ഇതുപോലെ തന്നെ ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പല പ്രാവശ്യം അബോർഷനോ മിസ്കാരേജൊക്കെ ഉണ്ടായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന, അത്ഭുതകരമായ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്നങ്ങയുടെ നാമത്തിൽ. ഇത് കാണുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.